എല്ലാ പ്രേക്ഷകർക്കും റിയലി ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് റിയലി ടേസ്റ്റിയുടെ 300ാമത്തെ എപ്പിസോഡാണ്. ഈ റിയലി ടേസ്റ്റിയിലൂടെ ഹെൽത്തി ആയിട്ടുള്ള പല വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇന്ത്യൻ, ഇറ്റാലിയൻ, മെക്സിക്കൻ, ചൈനീസ്, ഈവൻ ഗ്രഹാതുരത പകരുന്ന കേരളീയ വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കി. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങളുടെ ഇമെയിലിലൂടെയും ഫോണിലൂടെയും കത്തിലൂടെയും എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും നന്ദി. ഈ 300ാമത്തെ എപ്പിസോഡിൽ നമുക്കൊരു സന്തോഷം പങ്കിടാനായിട്ട് ഒരു മധുരം തയ്യാറാക്കാം. ചോക്ലേറ്റ് പൈയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ ചോക്ലേറ്റ് പൈയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനൊരു ക്രസ്റ്റ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഇതിന് 1 കപ്പ് മൈദയുണ്ട്, പൊടിച്ച പഞ്ചസാര, തണുത്ത ബട്ടർ ക്യൂബ്സ് ആക്കിയത്, ഉപ്പ്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടത് ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. ആ ഫില്ലിങ്ങിന് വേണ്ടത് പഞ്ചസാര, കോൺഫ്ലോർ, മുട്ട, സെമി സ്വീറ്റ് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, പാല്, ക്രീം. ഇനി ഇതിന് ടോപ്പിങ്ങിനൊരു വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വിപ്പിംഗ് ക്രീം 240 ml, 2.5 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഫില്ലിംഗ് ആദ്യം തയ്യാറാക്കാം. ഇത് പഞ്ചസാരയാണ്, 1 കപ്പുണ്ട്. ഇത് കൊക്കോ പൗഡർ, അരിച്ച കൊക്കോ പൗഡർ എടുക്കണം. അത് ഇതിലേക്ക് അൺസ്വീറ്റൻഡ് ആണ്, മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ്. പിന്നെ ഇത് കോൺഫ്ലോർ 2.5 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതും ചേർക്കുക, ഒന്ന് യോജിപ്പിക്കണം. ഇവിടെ ആകെ 400 മില്ലി പാലാണ് ഉപയോഗിക്കുന്നത്. അതിൽ 80 മില്ലി ഇതിൽ ഒഴിക്കണം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ഇത് 400 മില്ലിയിൽ നിന്ന് 80 മില്ലി മാറ്റി വെച്ചിരുന്ന അത് നമുക്ക് ഒഴിക്കാം. ഒന്ന് യോജിച്ചു. ഇതിലേക്ക് ഇത് 3 വലിയ മുട്ടയുടെ ഉണ്ണി അത് ചേർക്കുക. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. വെള്ളം ഒട്ടും പാടില്ല. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ഈ ബാക്കി പാലില്ലേ, 320 മില്ലി പാലുണ്ട്. അത് വേറൊരു പാനിൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇത് ക്രീമാണ്, 80 മില്ലി ക്രീം. ഇതിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടെ ചേർന്നൊന്ന് തിളച്ചു വരണം. ഇതിൽ ഒരു വനില എസൻസ് 1 ടീസ്പൂണ് ഈ എഗ്ഗ് കൊക്കോ മിശ്രിതത്തിൽ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. പാലിങ്ങനെ തിളച്ചു വരുന്ന ആ സമയത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതുണ്ടാക്കി ആദ്യം തണുപ്പിക്കാൻ വയ്ക്കണം. അതുകൊണ്ടാണ് ഇത് ആദ്യം ചെയ്യുന്നത്. പാല് തിളച്ച് വരുന്നുണ്ട്. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് വാങ്ങിയിട്ട്
ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. വിപ്പ് ചെയ്താൽ മതി. വിപ്പ് ചെയ്ത് ഈ ലിക്വിഡ് വീണ്ടും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. കൈവിടാതെ ഇളക്കണം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് നമ്മൾ ചേർത്തില്ലല്ലോ. മധുരത്തിനാണേലും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർക്കാം. ഇച്ചിരി ഉപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മധുരത്തിന്. പുഡിങ്ങിനൊക്കെ കുറുകി വരുന്നുണ്ട്. മയണൈസിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലപോലെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഇനി ഇതിൽ ചൂടോടെ നമുക്ക് ഇത് 90 ഗ്രാംസ് ഉണ്ട് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചേർക്കാം. ഇത് കൊക്കോ പൗഡറല്ലേ ചേർത്തിട്ടുള്ളൂ. അത് കൊക്കോയ്ക്ക് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തത്. ഇതൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ ചോക്ലേറ്റ് പുഡിങ് നമ്മൾ പൈ ഷെല്ലി നിറയ്ക്കുക ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഇത് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കണം. ബട്ടർ ചേർക്കുമ്പോൾ ഒരു ഗ്ലേസിങ് വരും, കണ്ടോ? നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിക്കാം. അരിപ്പയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ അരിക്കണം. എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. നമ്മൾ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും വേസ്റ്റ് ആകുകയില്ല. ഇതുണ്ടോ, ഒരു കട്ടയും വന്നിട്ടില്ല. മാക്സിമം നമുക്ക് കിട്ടി. ഇതൊന്ന് തണുക്കണം. ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് നമുക്ക് പൊതിയാം. ഇതൊരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം. ഒരു ദിവസം ഒരു നൈറ്റ് വെച്ചാലും നല്ലതാണ്, തണുത്ത് കിട്ടും. നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ പൈ ഷെല്ലിന് ഒരു ഷോർട്ട്
ക്രസ്റ്റ് പേസ്ട്രി വേണം. ഞാൻ എളുപ്പത്തിലൊരു ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രിയാണ് ഇപ്പം തയ്യാറാക്കാൻ പോകുന്നത്. ഇത് 1 കപ്പ് മൈദയാണ്. ഇതൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇടുക. ഇത് 1/3 കപ്പ് ഐസിങ് ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പഞ്ചസാര പൊടിച്ചാലും മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യണം. ഉപ്പ് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 1/8 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ ഒന്ന് ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ഒന്ന് അടിക്കണം. ഒന്ന് യോജിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇടുന്നത് ഇത് തണുത്ത ബട്ടറാണ്, ഫ്രീസറിൽ നിന്ന് എടുത്തത്, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത തണുത്ത ബട്ടർ ഇടുക. 1/2 കപ്പുണ്ട്. ഇത് നമുക്ക് ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പൈ ഡിഷിലോട്ട് ഇടാം. ഇതിലേക്ക് നമുക്ക് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച ശേഷം ഇത് സൈഡിൽ ആദ്യം പ്രസ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ സൈഡിൽ ഒരു ഷെല്ല് പോലെ ആകാൻ വേണ്ടിയാണ്. മറ്റേതാണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ റോളർ ഉപയോഗിച്ച് പരത്തിയിട്ട് ഇതിൻ്റെ ടോപ്പിലോട്ട് ഇടുക വേണ്ടത്. ഈ സൈസിലാക്കിയിട്ട് റോളർ ഉപയോഗിച്ച് പരത്തിയിട്ട് ഇത് നമുക്ക് ഇങ്ങനെ സൈഡിന് വെച്ച് കൊടുക്കാം കൈകൊണ്ട്. ഇതിങ്ങനെ സൈഡിൽ വെച്ച ശേഷം എല്ലാം നിരത്തി വെച്ചിരിക്കുക. ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചൊന്ന് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഫ്രീസറിലാണെങ്കിൽ ഒരു 5 മിനിറ്റ്. ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ഇത് 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പൈ കേസാണ്. ഇത് റിമൂവ് ചെയ്യുക. ഇത് പൈ ഡിഷ് ഒരു ബേക്കിംഗ് ട്രേ വെച്ചിട്ട് കംപ്ലീറ്റ് 220 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് വയ്ക്കണം. അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ക്രീം വിപ്പ് ചെയ്യാം. അതിന് ഞാൻ ഇവിടെ 240 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കോൾഡ് കണ്ടീഷൻസിലായിരിക്കണം. ഇത് ഐസ് ഒരു ബേസിനിൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇടുക ചെയ്യുന്നത്. 240 ml വിപ്പിംഗ് ക്രീമാണ്. ക്രീം വിപ്പ് ചെയ്യാം.
എടുക്കുമ്പോൾ ഇങ്ങനെ പീക്സ് ആയിട്ട് വരണം. ഇനി നമുക്ക് പൈ ഡിഷ് തയ്യാറാകാനുണ്ട്. അത് കഴിഞ്ഞ് അതിൽ ഫില്ലിങ് നിറയ്ക്കണം. എന്നിട്ടാണ് ഈ വിപ്ഡ് ക്രീം ഉപയോഗിക്കേണ്ടത്. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇതാണ് ഇത് നമ്മുടെ പൈ ക്രസ്റ്റ്. ഇതൊന്ന് തണുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു കൂൾ ട്രാക്കിലേക്ക് മാറ്റാം. ഇത് അടിയിൽ നിന്ന് പൊക്കിയെടുക്കാവുന്ന ഒരു പൈ മോൾഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിന് പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ കവറങ്ങ് മാറ്റിയെടുക്കാം. നമ്മുടെ കേസ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് നിറയ്ക്കണം. തണുപ്പിക്കാൻ വെച്ചിട്ടില്ലേ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കി, അത് ഇതിൽ നിറയ്ക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പുഡിങ്ങാണ്. ഇതിൻ്റെ കവറ് മാറ്റിയിട്ട് ഈ പുഡിങ് നമുക്ക് ഇതിലേക്ക്, ഇത് കുക്ക് ചെയ്ത പുഡിങ്ങാണ്. നമ്മൾ ആദ്യമേ കുക്ക് ചെയ്തിട്ട് തണുപ്പിക്കാൻ വെച്ചതാണ്. ഇതിലേക്ക് നിരത്തുക ഈ പൈ ഷെല്ലിൽ. ഇത് എത്ര തണുപ്പിക്കാവോ അത്രയും തണുപ്പിക്കുന്നത് നല്ലതാണ്. 4 മണിക്കൂർ ഒരു രാത്രി ഇരിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗാണ്. അതിലൊരു സ്റ്റാർ നോസിലും ഇട്ടു. നമുക്ക് വേണമെങ്കിൽ ഇത് ബട്ടർ പേപ്പർ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അതിലേക്ക് ഈ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഏത് നോസിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ. ഞാൻ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചതേ ഉള്ളൂ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ചോക്ലേറ്റ് ഇതിൽ ഗ്രേറ്റ് ചെയ്തിടാം. ചോക്ലേറ്റ് പൈ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് പൈ ചേരുവകൾ: ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രിക്ക് മൈദ 1 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, തണുത്ത ബട്ടർ 1/2 കപ്പ്, ഉപ്പ് പാകത്തിന്. ചോക്ലേറ്റ് ഫില്ലിങ്ങിന് പൊടിക്കാത്ത പഞ്ചസാര 3/4 കപ്പ്, മധുരമില്ലാത്ത കൊക്കോ പൗഡർ 1/4 കപ്പ്, പാൽ 400 ml, വിപ്പിംഗ് ക്രീം 80 ml, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മുട്ടയുടെ മഞ്ഞക്കരു 3 മുട്ടയുടെ, ചോക്ലേറ്റ് 90 ഗ്രാം, വനില എസൻസ് 1 ടീസ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ. പാകം ചെയ്യുന്ന വിധം: ഒരു പാത്രത്തിൽ പഞ്ചസാര, കൊക്കോ പൗഡർ, കോൺഫ്ലവർ ഇവ യോജിപ്പിച്ച ശേഷം 80 ml പാൽ ചേർത്ത് ഒന്ന് വിപ്പ് ചെയ്ത് കഴിഞ്ഞ് മുട്ടയുടെ മഞ്ഞക്കരുവും ചേർത്ത് നന്നായി വിപ്പ് ചെയ്തെടുത്ത് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു പാനിൽ ബാക്കിയിരിക്കുന്ന 320 ml പാൽ ചൂടാക്കിയ ശേഷം അതിലേക്ക്
വിപ്പിംഗ് ക്രീമും ചേർത്ത് തിളപ്പിക്കുക. തിളച്ചു കഴിയുമ്പോൾ ഈ ചൂട് പാൽ ക്രീം മിശ്രിതം കൊക്കോ മിശ്രിതത്തിലേക്ക് ചേർത്ത് ഒന്ന് വിപ്പ് ചെയ്ത ശേഷം ചൂടാക്കിയ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് തിളപ്പിച്ച് മയോണൈസ് പാകത്തിൽ കുറുക്കിയെടുക്കണം. എന്നിട്ട് വാങ്ങി ചോക്ലേറ്റ്, ബട്ടർ ഇവ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് അരിപ്പയിൽ അരിച്ചെടുത്ത് സ്മൂത്തായൊരു മിശ്രിതം തയ്യാറാക്കി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഇനി ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രി തയ്യാറാക്കുക. ഒരു ഫുഡ് പ്രോസസ്സറിൽ മൈദ, പഞ്ചസാര, പാകത്തിനുപ്പ് ഇവ ചേർത്ത് ഒന്നടിച്ച ശേഷം ബട്ടർ ചേർത്ത് നന്നായി അടിച്ചെടുത്ത് മാറ്റിവെക്കുക. എന്നിട്ട് ബട്ടർ പുരട്ടി മയപ്പെടുത്തിയ പൈ പാൻ എടുത്ത് ഈ പേസ്ട്രി നിരത്തി ക്ലിംഗ് ഫിലിം കൊണ്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് 15 മിനിറ്റ് തണുപ്പിച്ച ശേഷം എടുത്ത് 220 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യുകയും വേണം. ഒപ്പം വിപ്പിംഗ് ക്രീമിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് വിപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക. എന്നിട്ട് ബേക്ക് ചെയ്ത പൈ പേസ്ട്രി എടുത്ത് തണുപ്പിച്ച ശേഷം മോൾഡ് മാറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫില്ലിംഗ് നിറയ്ക്കണം. പിന്നീട് ക്രീമും ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൊണ്ട് അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്. അങ്ങനെ റിയലി ടേസ്റ്റിയുടെ 300ാമത്തെ എപ്പിസോഡിൽ ഒരു സ്വീറ്റ് ഡിഷ്, അതായത് ചോക്ലേറ്റ് പൈ തയ്യാറായി കഴിഞ്ഞു. ഇതുവരെ ഞാൻ റിയലി ടേസ്റ്റിയിൽ തയ്യാറാക്കിയ റെസിപ്പികളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ DC ബുക്സിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ തയ്യാറാക്കിയ ചോക്ലേറ്റ് പൈ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, റിയലി ടേസ്റ്റി, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ ഇമെയിൽ ID reallytasty@jeevan.tv. അടുത്തയാഴ്ച വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.